പറയുന്നത്. എന്തൊരു വിവാദം പറയും നിങ്ങൾ? പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? ആര് പറഞ്ഞു മരിച്ചെന്ന്? അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം, എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം. നമുക്ക് മരിച്ചെന്ന് ഇനി ആര് പറഞ്ഞു? ഒരിക്കലും ഇല്ല, സഹകരിക്കാൻ പറ്റില്ല. അതിന് മരിച്ചില്ലല്ലോ, മരിച്ചില്ലല്ലോ, മരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സംശയമുള്ളതുകൊണ്ട് നാട്ടുകാർ സംശയം പറഞ്ഞു. അങ്ങ് നാട്ടുകാരെ നാട്ടുകാരെ ഇനി കൊണ്ടുവരണം. നമുക്ക് കൊണ്ടുവരണം നാട്ടുകാർ. ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റൂല. സമാധി 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 ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. മരിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. സത്യമാണ്. ശിവൻ പൂജ അങ്ങേര് നടന്നു പോയി. അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളൊക്കെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് ഞങ്ങൾ നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്ന് പതിവാണ് ഈ കൃഷിയിടത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ 11:30 മുകളിൽ അധികം ചൂടാകുമ്പോൾ ഇങ്ങേഴ്ച പോരും. ഇത് പതിവാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഗോപസ്വാമിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ വൈഫ് പറയുന്ന കുറച്ച് വാക്കുകളാണ് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ. സത്യത്തിൽ എനിക്ക് നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടത്ത് മലയാളം പഠിക്കാത്തതുകൊണ്ട്, നമ്മൾ അറബി എടുത്ത് പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ മലയാളം വാക്കിൻ്റെ ചില അർത്ഥങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരായിരിക്കെങ്കിലും ഈ സമാധി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യത്തിൽ സമാധി എന്ന് പറഞ്ഞാൽ മരണം എന്നായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പം അത് അവർ ചോദിക്കുന്ന അവസരത്തിൽ അപ്പോൾ ആ പെണ്ണുങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ നേർക്ക് കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഇവരെ ഈ കള്ളക്കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയിക്കാൻ പറ്റും. ഞാൻ ഒരുപാട് കമൻറ്റൊക്കെ ഞാൻ കണ്ടിന്. അപ്പം അതിലൊക്കെ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇവരിതിൽ തന്നെ കള്ളക്കളി ഉണ്ടെന്നാണ്. സത്യത്തിൽ എന്ന് വെച്ചാൽ ഒരു മരണത്തിനൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ് അല്ലേ. കാരണം അത് മറാടിയാലും നമ്മളത് സംസ്കരിച്ചാലും അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അതൊന്ന് പരിശോധനയ്ക്ക് അയക്കൽ, എന്നിട്ടാകുമ്പോൾ നമ്മളത് ഉറപ്പിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം ഇവരൊരിക്കലും ആ കല്ലറ തുറക്കാൻ വിടുന്നില്ല. അപ്പോൾ അതിൽ തന്നെ എന്തെല്ലോ ദുരൂഹതയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവരൊരു സ്വാമിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം സമാധി അതിന് മരിച്ചിട്ടില്ല എന്ന് അയാളെ ഭാര്യ പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഇത് സമാധിയായി എന്താണ് ഈ സമാധി? പക്ഷെ മരിച്ചിട്ടില്ല എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നിങ്ങളോട് ആരാ മരിച്ചെന്ന് പറഞ്ഞത്? അപ്പോൾ ഈ സമാധിയായ മറ്റുള്ള സ്വാമിമാർ അറിയൂല. മരിച്ചാൽ സ്വാഭാവികമാണ്, അത് നാട്ടുകാരൊക്കെ അറിയൽ. പക്ഷേ ഇവിടെ നാട്ടുകാരും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഒരു നല്ലൊരു സ്വാമിയാണ് എന്നൊക്കെ കേട്ടു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവർ മരിക്കുന്ന അവസരത്തിൽ മറ്റുള്ള സ്വാമിമാർ മഹാന്മാരൊക്കെ അറിയണ്ടേ? ഇതൊന്നുമില്ല. ഇത് അവരാ മക്കളും ഭാര്യ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. സമാധിയാൽ മരിച്ചിട്ടില്ല. മരിക്കാണ്ട് ഒരു മനുഷ്യനെ ഒരു കല്ലറി കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് അതിൻ്റെ സ്ലാബെല്ലാം എടുത്ത് വെക്കാൻ. അപ്പോൾ ഇവർക്കും സത്യത്തിൽ ഒരു കമൻറ്റ് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഓരോ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് അവർക്ക് മുഴുവൻ ബട്ടന്നാണ്. കേരളം പൊതുവേ ഒരു ഭ്രാന്താലയാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മൊത്തം ബട്ടാണ്. അതുകൊണ്ട് താമസിപ്പിക്കാണ്ട് പോലീസ് ആ അന്വേഷണമായിട്ട് മുന്നോട്ട് വന്നിട്ട് അതിലെന്താണ് സത്യാവസ്ഥ ഉണ്ടെന്ന് തെളിയിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. മിക്ക ആൾക്കാരും പറയുന്നത് അത് തെളിയിക്കണം തന്നെയാണ്. ഇതിൽ ഒരുപാട് ദുരൂഹത ഉണ്ടെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മളും ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ആകാംക്ഷയുണ്ട്, അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ അറിയണം. കാരണം ഇതിന്ന് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒരുപാട് സമാധികൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായമാകുന്ന അവസരത്തിൽ ഇവർ ജീവനോട് കുഴിച്ചിടാനും മതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. അതെന്തായാലും കണ്ടെത്തണം, എന്തായാലും കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കല്ലറക്ക് മുന്നിൽ ആ വൈഫും ആ മരുമകളും ആ മോനും കൂടിയിട്ട് അവർ ഒരു
സത്യാഗ്രഹം പോലെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പോലീസുകാർ പിടിച്ച് മാറ്റുന്ന അവസരത്തിൽ ആ മകൻ പറയും കല്ലറ പൊളിക്കുന്ന അവസരം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണവും കൂടെ നിങ്ങൾ കാണേണ്ടി വരും നേരിട്ട്. അതെന്തിൻ്റെ ആവശ്യമാണ്? സാധാരണയാണെന്ന് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക, കുഴിമാടം തോണ്ടലും പരിശോധിക്കലും അത് സർവ്വസാധാരണ. പക്ഷേ ഇവർ എന്തോ അത് സമ്മതിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തോ ദുരൂഹതയുണ്ട്.